കേവലം ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഒരു പാർട്ടി നേതാവോ എന്നതിനപ്പുറം സാധാരണക്കാരൻ്റെ ഒരു പ്രതീക്ഷ കൂടിയായിരുന്നു വി.എസ്. എന്ന ഒരു നേതാവ്. അദ്ദേഹം നേതാവിനപ്പുറം ഒരു സാധാരണക്കാരൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുകൂടി നമുക്ക് പറയാം. അദ്ദേഹം കൊണ്ടുവന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ഇന്നത്തെ ഒരവസ്ഥ എങ്ങനെയിരിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. വി.എസ്. CPM പാർട്ടിയിൽ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയൊരു ഇമേജ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താവണം ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡലുണ്ട്. ഒരു വി.എസ്. മോഡൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എൻ്റെ കുറച്ച് ചെറിയൊരു കാലഘട്ടത്തിൽ ഒരു സഖാവ് എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടായിരുന്നു. സുഹൃത്തുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അഭയം, താങ്ങ്, തണൽ എന്ന രീതിയിലുള്ള ഒരു അർത്ഥങ്ങളായിരുന്നു സഖാവ് എന്ന വാക്കിന്. ഇതെല്ലാം ഇവർ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ കണ്ടുപഠിച്ചത് വി.എസ്. അല്ലെങ്കിൽ കൃഷ്ണപിള്ള, EMS നായനാർ പോലുള്ള ആ ഒരു അധികാരിൽ നിന്നാണ്. അപ്പോൾ CPM പാർട്ടി അത്രത്തോളം ജനകീയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കുറച്ച് കാലഘട്ടത്തിലേക്ക് മുന്നോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ CPM എന്നുള്ള പാർട്ടി വെറും ഡമ്മിയായി മാറിയിരിക്കുകയാണ്. CPM എന്നുള്ളൊരു പ്രസ്ഥാനത്തിനപ്പുറം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചപ്പോഴാണ് CPMന് ഇത്ര വലിയ അപജയം ഉണ്ടാകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പറയുന്നത് CPM എന്നാൽ പിണറായി വിജയൻ, അല്ലെങ്കിൽ CPMൽ MV ഗോവിന്ദൻ, ഇവരാണ് അവസാന വാക്കുകൾ. ഇതല്ല, ശരിക്കും പറഞ്ഞാൽ വ്യക്തി കേന്ദ്രീകൃതമായി എന്ന് CPM മാറിയോ അന്നു മുതൽ തുടങ്ങിയ CPM എന്നുള്ള പാർട്ടിയുടെ ആ ഒരു തകർച്ച. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വി.എസ്. എന്നുള്ള ഒരു മനുഷ്യൻ ഒരു വർഷത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വി.എസ്. എന്നുള്ള ആ ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരനെയായിരുന്നു. CPMൻ്റെ കാലഘട്ടത്തെ രണ്ടായിട്ട് നമുക്ക് ഇപ്പോൾ തരംതിരിക്കാം. അതായത് വി.എസിന് ശേഷവും അല്ലെങ്കിൽ വി.എസിന് മുമ്പോ. വി.എസിന് മുമ്പ് എന്നുള്ള ആ ഒരു സമയത്തായിരുന്നു CPM എന്ന പാർട്ടിയുടെ പ്രതാപ കാലഘട്ടം. പക്ഷേ വി.എസ്. എന്ന ഒരു മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് അകന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കപ്പെട്ട മുതൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു ഒതുക്കപ്പെട്ട സമയത്ത് മുതൽ CPMൽ ഒരു കോക്കസ് പാർട്ടി, അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ് പ്രവർത്തിച്ചു വരുന്നത്. ആ ഒരു ഗ്രൂപ്പിലെ കുറച്ച് അംഗങ്ങളുടെ, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യരുടെ, അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളുടെ വെറും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ മൂല്യങ്ങളെല്ലാം വളച്ചൊടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് CPM എന്നുള്ള പാർട്ടി ജനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സാധാരണക്കാരിൽ നിന്ന് ഈ പാർട്ടി അകലാൻ ഇടയായത്. ഇപ്പോൾ നമുക്കറിയാം, ഈ സാധാരണ ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വിപ്ലവ പോരാട്ടമായിരുന്നു, അല്ലെങ്കിൽ വിപ്ലവ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വി.എസ്. വരുന്നത്. അപ്പോൾ ആ ഒരു സാധാരണക്കാരെ എല്ലാം ചേർത്ത് പിടിച്ചും അവരുടെ എല്ലാം താല്പര്യങ്ങളെല്ലാം പാർട്ടി അജണ്ടകളിൽ ഏറ്റവും മുന്നിട്ട് വെച്ചുമാണ് വി.എസ്. തൻ്റെ ആ ഒരു പ്രവർത്തന മണ്ഡലത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാവട്ടെ, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാവട്ടെ, പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നപ്പോഴാവട്ടെ, അതെല്ലാം ആ ഒരു അദ്ദേഹം പാലിച്ചുകൊണ്ടിരുന്ന കടമകളെല്ലാം അതേ ഒരു സമയത്തെല്ലാം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ, അല്ലെങ്കിൽ P രാജീവ്, അല്ലെങ്കിൽ A വിജയരാഘവൻ, ഇതുപോലുള്ള പാർട്ടി നേതാക്കളെല്ലാം അവരുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ ആ ഒരു അന്തസ്സത്തെ കളഞ്ഞു കുളിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തി. CPM എന്ന് പറഞ്ഞാൽ വെറും ക്യാപ്സ്യൂൾ പാർട്ടി മാത്രമാക്കി, അല്ലെങ്കിൽ വെറും ചുവന്ന കൊടിക്ക് കീഴിൽ അണിനിരക്കുന്ന വെറും എന്താ പറയുക, അത്രയേറെ നിലവാരത്തിലേക്ക് അധപ്പതിച്ച ഒരു പാർട്ടിയാക്കി മാറ്റി CPMന്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വി.എസ്. ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വി.എസിന് പ്രതികരിക്കാനുണ്ടായിരുന്ന ഒരു ആവതുള്ള ഒരു വി.എസ്. ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പക്ഷേ രൂക്ഷമായുള്ള, കർശനമായിട്ടുള്ള രീതിയിലുള്ള നിലപാട് ഈ നിലവിലെ പാർട്ടി സിംഹങ്ങളായ പിണറായി വിജയനും MV ഗോവിന്ദനെതിരെ ഉണ്ടായേനെ. ഇപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് ഈ പാർട്ടിക്കെതിരെ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതിക്കെതിരെ, അല്ലെങ്കിൽ നിലപാടുകൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചത്. ആഷിഖ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പാർട്ടി ജനങ്ങളോട്, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലുള്ള സമീപനം തന്നെയാണ് ഇപ്പോൾ പല ജനങ്ങളോടും, അല്ലെങ്കിൽ പല ആൾക്കാരുകളോടും ചോദിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളോട് അനുകൂലിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പഴയ SFIക്കാരനായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം നമുക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണല്ലോ കിടക്കുന്നത്. അതായത് ഇന്ന് നടക്കുന്ന പാർട്ടിയിലെ ഏകാധിപത്യം
തീർച്ചയായിട്ടും ആരും അണികളെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരെ ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അവരുടെ നല്ലതിന് വേണ്ടി മാത്രമൊന്നുമല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷേ പണ്ടത്തെ VS എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ നായകൻ എന്ന് പറയാൻ മാത്രം അദ്ദേഹത്തിന് അത്രയും ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഓരോ സംസാര ശൈലിയായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ആംഗ്യങ്ങളായാലും ചെറിയ കുട്ടികൾ മുതൽ അല്ലെങ്കിൽ വലിയ പാർട്ടി പ്രവർത്തകർക്ക് വരെ ഏറ്റവും കൂടുതൽ രീതിയിൽ സ്വാധീനിച്ച ഘടകങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, നമ്മൾ പല കോമഡി സ്റ്റേജുകളിലും അദ്ദേഹത്തെ അനുകരിക്കുന്ന ചില ശൈലികൾ കണ്ടിട്ടുണ്ടല്ലോ. അതായത് അച്യുതാനന്ദൻ, അതുപോലെ ഉമ്മൻചാണ്ടി, ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ നേതാക്കൾക്കും പ്രത്യേക ജസ്റ്റേഴ്സ്, പല ആംഗ്യങ്ങളും അല്ലെങ്കിൽ ചില വിരൽ ചൂണ്ടലുകൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മകൾ നമ്മളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതാണ് സാധാരണ ജനങ്ങളിലേക്ക് ഇവർ കൊടുത്ത ആ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ ഈ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ആംഗ്യങ്ങളും ജസ്റ്റേഴ്സും ഇത് ഉള്ളിടത്തോളം കാലം ഇവർ ജനങ്ങളാൽ ഓർമ്മിപ്പിക്കപ്പെടും. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ CPM എന്നുള്ള ഈ ഒരു പാർട്ടിക്കുള്ളിലെ ഈ തമ്മിൽ തല്ലും കാര്യങ്ങളുമെല്ലാം ശരിക്കും പറഞ്ഞാൽ CPM എന്നുള്ള പാർട്ടിയെ തന്നെ ഓർക്കാൻ തന്നെ ജനങ്ങൾക്ക് താല്പര്യമില്ലാതായി. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് CPM പാർട്ടിയിൽ കണ്ണൂരിൽ വലിയൊരു വിള്ളലാണ് ഈ പാർട്ടിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന് ചൂണ്ടിക്കാണിച്ച V കുഞ്ഞികൃഷ്ണനാവട്ടെ, അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച TK ഗോവിന്ദൻ പാർട്ടി വിട്ടപ്പോഴും, അല്ലെങ്കിൽ ആലപ്പുഴയിൽ G സുധാകരൻ പാർട്ടി തള്ളി പറഞ്ഞപ്പോഴും ഇപ്പോഴെല്ലാം പാർട്ടിയുടെ വലിയൊരു മൂല്യച്യുതിയാണ് സംഭവിച്ചിട്ടുണ്ടായത്. അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിൽ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കോടിയേരി ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ പാർട്ടിയെ കാലഘട്ടത്തെ രണ്ടായി തരംതിരിക്കാം, VSന് ശേഷവും അല്ലെങ്കിൽ VSന് മുമ്പും എന്ന രീതിയിൽ രണ്ടായി തരംതിരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പാർട്ടി വിട്ടുപോയ നേതാക്കളെ വർഗവഞ്ചകരാക്കിയും അല്ലെങ്കിൽ അവരുടെ പക്ഷം കേൾക്കാതെയും അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ പ്രിവിലേജുകൾ വളച്ചൊടിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഈ കീഴ്വഴക്കങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങളും സഹപാർട്ടികളെ എതിർക്കുമ്പോഴും ഈ CPM എന്നുള്ള പാർട്ടി വെറും ഏകാധിപത്യയുടെ കീഴിലുള്ള വെറും ഒരു അധികാര കേന്ദ്രമായി മാറുകയാണ്. കൂടാതെ VS ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞത്. അപ്പോൾ VS ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ നടക്കില്ലായിരുന്നു, അല്ലെങ്കിൽ VS ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ VSൻ്റെ ഈ ഒരു അഭാവം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, VS ഓരോ ദിവസവും രാവിലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ലോക്കൽ എഡിഷൻ വരെ പഠിച്ച് വാർത്തകളൊക്കെ വായിച്ച്, അതായത് ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും അറിയാൻ അവർ മെനക്കെട്ടിരുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. ഇന്ന് എത്ര പാർട്ടി നേതാക്കൾ അതിന് സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതും വളരെ നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ CPM എന്നുള്ള പാർട്ടിയിലെ പ്രവർത്തകരെ കണ്ടാൽ ഇപ്പോൾ ആകെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്നില്ലെങ്കിൽ ശബരിമലക്കുള്ള കട്ടവർ, അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടത്തിയവർ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലി പൊളിക്കുന്നവർ, അല്ലെങ്കിൽ കുറച്ച് മറ്റ് പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് വെറുതെ ഷോ ഓഫ് കാണിക്കുന്ന അങ്ങനെ രീതിയിലുള്ള കുറച്ച് സഖാക്കളാണ് ഇപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളത്. ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ VS ഇപ്പോൾ നമുക്കിടയിൽ ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ G സുധാകരൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെന്ന് എത്തുന്നത്, അല്ലെങ്കിൽ ആദ്യം സ്വന്തം കാര്യം പറയാൻ എത്തുന്നത്, അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് നേരിട്ട കാര്യം അറിയിക്കുന്നത് VSനെ ആയിരിക്കും. VSൽ നിന്നായിരിക്കും ഈ ഒരു ഇദ്ദേഹത്തിനെതിരെയുള്ള അന്യായങ്ങൾ, ഇദ്ദേഹത്തിന് നേരിട്ട നടപടി അല്ലെങ്കിൽ ആ ഒരു അനീതിയെല്ലാം ഈ ഒരു പാർട്ടിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ G സുധാകരൻ ഈ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വരാതെ ഇരിക്കാനും അദ്ദേഹം സൂക്ഷിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? G സുധാകരൻ പുറത്തു പോയിട്ടും അദ്ദേഹത്തെയും വർഗവഞ്ചകരെന്നും വെറും പുതിയ ഡിക്ഷണറിയിലെ പ്രകാരം പുതിയ പദപ്രയോഗങ്ങളെല്ലാം നടത്തി അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനുമാണ് ഇപ്പോഴത്തെ CPM പ്രവർത്തകരും അതിൻ്റെ നേതൃത്വത്തിലുള്ളവരും ചെയ്തത്. ശരിക്കും അതൊന്നുമായിരുന്നില്ല ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉത്തമ
മാതൃകയായിരുന്നേനെ VS ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനത്തോടനുബന്ധിച്ച് മകൻ പ്രതികരിച്ചത് അങ്ങനെ ഒരു പാർട്ടി ജനങ്ങളുമായി ഒരു അകൽച്ചയുണ്ടെങ്കിൽ അത് മാറണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അഭിപ്രായവും. അപ്പോൾ അതിലൊരു പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന അങ്ങനെ ഒരു അകൽച്ചയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അകൽച്ചയുണ്ടെങ്കിൽ അത് മാറട്ടെ.